എത്രയൊക്കെ അവോയ്ഡ് ചെയ്താലും വേദനിപ്പിച്ചാലും ചീത്ത പറഞ്ഞാലും ഒക്കെ പിന്നെയും നമ്മളെ പുറകിൽ നിന്ന് ശല്യമായിട്ട് വരുന്ന ചില ആൾക്കാരുണ്ട്, തീരെ സെൽഫ് റെസ്പെക്ട് ഇല്ലാതെ. പലപ്പോഴും സീക്രട്ട് ആയിട്ട് നമ്മൾ അത് എൻജോയ് ചെയ്യുകയും അഹങ്കരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ഭയങ്കര ഒരു ഇറിറ്റേഷൻ ആയിട്ട് നമുക്ക് തോന്നാറുണ്ട്, അല്ലേ? എങ്കിൽ ഞാനൊരു കാര്യം പറയട്ടെ. അവർക്ക് സെൽഫ് റെസ്പെക്ട് ഇല്ലാത്തത് കൊണ്ടോ നിങ്ങളെ വേദനിപ്പിക്കാൻ അറിയാത്തത് കൊണ്ടോ അവോയ്ഡ് ചെയ്യാനോ ഇൻസൾട്ട് ചെയ്യാനോ അറിയാത്തത് കൊണ്ടല്ല അവർ നിങ്ങൾ പുറകെ വരുന്നത്. അവരുടെ വേദനയെക്കാളും അവരുടെ സെൽഫ് റെസ്പെക്റ്റിനെക്കാളും നിങ്ങളെയും നിങ്ങളോടുള്ള സ്നേഹവും ഫീലിങ്സും അവർ വാല്യൂ ചെയ്യുന്നതുകൊണ്ടാണ്. നിങ്ങൾ വേദനിക്കുന്നത് അവർക്ക് കാണാൻ കഴിയാത്തത് കൊണ്ടാണ്. അത്തരത്തിലൊരാൾ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടെങ്കിൽ അവരെ അംഗീകരിക്കാൻ സാധിച്ചില്ലെങ്കിലും അവരെ വേദനിപ്പിക്കാതിരിക്കാൻ ശ്രമിക്കുക. ഇത്തരത്തിലൊരാൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ടെങ്കിൽ താങ്ക്ഫുൾ ആയിരിക്കുക. കാരണം സ്നേഹം എന്ന് പറയുന്നത് പിടിച്ചു വാങ്ങാനോ ചോദിച്ചു വാങ്ങാനോ കഴിയുന്ന ഒന്നല്ല, അത്രത്തോളം പ്രഷ്യസ് ആയിട്ടുള്ള ഒന്നാണ്. അപ്പോൾ ഈ ലോകത്ത് എന്തിനേക്കാൾ വേറെ നിങ്ങളെ ഒരാൾ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ആ